friends, welcome back to Anju's World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കും ആയിട്ടാണ് കേട്ടോ. ഇപ്പൊ കൂടുതലും നമ്മുടെ ഒരു എന്താ പറയുക സമ്മർ സീസണിലൊക്കെയാണ് കൂടുതൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു മേക്കപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫുൾ ലുക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് അഞ്ജു. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ റെഡിയാക്കി വെക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് കിട്ടാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ മോയ്സ്ചറൈസിങ് ആണ്. അതിന് നമ്മുടെ സ്വന്തം ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഓസം, നല്ല സൂപ്പർബ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കളർ ബാറിൻ്റെ സ്പോട്ട്ലൈറ്റ് ഇലുമിനേറ്റിംഗ് ലോഷനാണ്. ഇത് നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാനായിട്ടാണ് ഈ ഒരു ഇലുമിനേറ്റിംഗ് ലോഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാനത് എന്തായാലും നന്നായിട്ട് സ്കിന്നിൽ അങ്ങോട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് മേക്കപ്പ് ഇടുമ്പോൾ കിട്ടും. നെക്സ്റ്റ് ഞാൻ അവിടെ എടുക്കുന്നത് ഒരു സൺസ്ക്രീൻ ലോഷനാണ്. ലാക്മേയുടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തായാലും നല്ല വെയിലായിരിക്കും. അപ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷൻ പുരട്ടുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സൺസ്ക്രീൻ ലോഷനാണ് ഈ ലാക്മേയുടെ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ മുഖത്ത് പുരട്ടുന്നുണ്ട് കേട്ടോ. കഴുത്തിലും വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മെബിലിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കളർ ബാറിൻ്റെ പ്രൈമറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ഫേസിൽ മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് മെബിലിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ താഴെയും അതുപോലെ കണ്ണിൻ്റെ മേലെയൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട്, താടിയിൽ, പിന്നെ നെറ്റിയിൽ, അവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ കൺസീലർ കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇടുമ്പോൾ നല്ല ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ നമ്മുടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്യൂട്ടി ബ്ലെൻഡർ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം അതിൽ നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെറ്റായിട്ടിരിക്കാൻ മാത്രമേ പാടുള്ളൂ. വെള്ളം ബ്യൂട്ടി ബ്ലെൻഡറിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കൺസീലർ. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഫ്രഷ് ആൻഡ് ഫ്ലോലെസ് ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഇത് എക്സാക്റ്റ് എൻ്റെ കളറാണ് കേട്ടോ. ഞാൻ നാച്ചുറൽ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളങ്ങനെ പുട്ടിയടിച്ചൊരു ഫീലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെബിലിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ്. നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എടുക്കരുത്, കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. അടുത്തത് നമ്മൾ ഐ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐ ഷാഡോ ഇടാം. അതിനായിട്ട് ഞാൻ മെബിലിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ക്രീസിലാണ് ആദ്യം ഞാനത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അടുത്ത് ഞാനിവിടെ ജാക്ലിൻ ഹില്ലിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു കോർണർ, കണ്ണിൻ്റെ ആ കോർണർ ഏരിയയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോർണർ തൊട്ടിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ വരെയാണ് ആ ഒരു ഷെയ്ഡ് ഇടുന്നത്.
ഇനി അതേ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോർണറിൽ നിന്ന് സെൻറ്റർ വരെ കൊടുത്തു. ഇനി ആ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മുടെ ഈ ഒരു കോർണർ വരെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം നമുക്കൊരു ഷിമ്മറി ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ആ ഒരു ഏരിയയിൽ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കളർ നമുക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കും. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, ഷിമ്മറി ഷെയ്ഡ്. അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷിമ്മറി ഷെയ്ഡ്. ആ ഒരു ഏരിയയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് എടുത്ത് കാണിക്കും. അടുത്ത് നമ്മൾ ക്രീസിൽ ഇട്ടിട്ടുണ്ടായിരുന്ന അതേ ഷെയ്ഡ് തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെ കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ണിന് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതുപോലെ കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ കാജൽ എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഉൾവശത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണിന് കുറച്ച് കൂടുതൽ വലുപ്പം തോന്നിക്കും, അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. അടുത്തത് ഞാൻ മെബിലിൻ്റെ ജെൽ ഐലൈനറാണ് എടുത്തിട്ടുള്ളത് കണ്ണിൻ്റെ മുകളിൽ എഴുതാനായിട്ട് കേട്ടോ. നല്ല സൂപ്പർബായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല സുഖമായിട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സ്മോക്കി ഐസ് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജെൽ ഐലൈനറാണ് കേട്ടോ. അങ്ങനെ പരക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് എഴുതുന്നത്. അടുത്തത് ബ്ലൂ ഹെവൻ്റെ അതേ കാജൽ തന്നെ ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ണിൻ്റെ താഴെ എഴുതുമ്പോൾ ഈ ഒരു കോർണറിലായിട്ട് കുറച്ചൊന്ന് കട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് വലിയ കണ്ണായി തോന്നിക്കാനും അതുപോലെ തന്നെ കണ്ണ് നല്ല ഭംഗിയായിട്ട് തോന്നിക്കാനും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പറ്റും കേട്ടോ. കണ്ടില്ലേ, ആ ഒരു കോർണറിലായിട്ട് കുറച്ചൊന്ന് കട്ടി കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. മെബിലിൻ്റെ മസ്കാര, ഹൈപ്പർ കേർവ് മസ്കാരയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി, നന്നായിട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഐലാഷൊക്കെ കുറച്ചുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് തോന്നിക്കാനായിട്ട് ഈ ഒരു മസ്കാര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ആയിട്ട് ഇവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത് കേട്ടോ. ബ്ലഷ് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരു സംഭവമാണ് കൂടുതൽ ഇഷ്ടം. നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് ആ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു എന്താ പറയുക, നമുക്കങ്ങനെ ഇട്ടു എന്ന് തോന്നില്ല, പക്ഷേ ആ ഒരു നാച്ചുറൽ ഫീൽ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടും. അടുത്തത് ഞാൻ കോണ്ടോർ ചെയ്യാനായിട്ട് ഒരു കോണ്ടോറിങ് പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു നമ്മുടെ മൂക്ക് കുറച്ചൊന്ന് എന്താ പറയുക എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് തടി കുറഞ്ഞ പോലെ ഒരു ഫീലുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചീക്സിൻ്റെ അവിടെയും താഴെയുടെ അവിടെയും നെറ്റിയുടെ അവിടെയൊക്കെ ഞാൻ കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയ പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എൻവൈബിയുടെ സ്ട്രോബ് ക്രീമാണ് കേട്ടോ. ഈ ഒരു സ്ട്രോബ് ക്രീം നമ്മുടെ ഫേസിന് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ആണ് തരുന്നത്. നമ്മൾ ഹൈലൈറ്ററിന് പകരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ്, അതായത് മേക്കപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും ഈ ഒരു സ്ട്രോബ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക്, നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടും.
എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നല്ലൊരു എന്താ പറയുക, നമ്മൾ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ്. പക്ഷേ ചില ഹൈലൈറ്റേഴ്സിന് ഈ ഒരു കൂടുതൽ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉണ്ടാവും. എനിക്ക് ആ ഒരു സംഭവത്തിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഈ ഒരു സ്ട്രോബ് ക്രീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ എൻവൈബ്ര സ്ട്രോബ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് ഇതാ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫേക്ക് ഐലാഷും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ചൊന്ന് എൻ്റെ കയ്യിലെടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ബ്രൈറ്റ് ആയിട്ടുള്ള കളറായതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. സെറ്റിംഗ് സ്പ്രേ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഹെയർ ഒന്ന് കോംബ് ചെയ്തിട്ട് ഫ്രീ ഹെയർ ആക്കിയിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും പറയാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.